కమల్ మరో ప్రపంచం వస్తుంది. വെൽക്കം ടു ചങ്ക് സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കൽക്കി മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇൻ ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ വരാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും കട്ടക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ എലമെന്റ്സ് ഉണ്ട് അത്രയും വെയിറ്റ് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ആയിരിക്കും. കാരണം ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. പ്രഭാസ് ഉണ്ട്, അമിതാഭ് ബച്ചൻ സാർ ഉണ്ട്, കമൽ സാർ ഉണ്ട്, ദീപിക പദുക്കോൺ ഉണ്ട്. അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ്. അത് കൂടാണ്ട് ഇതിന്റെ ഇറങ്ങിയ ഓരോ അപ്ഡേറ്റ്സും ടെക്നിക്കലി ക്വാളിറ്റി ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ നാഗേഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ആ ഒരു ബ്രില്യൻറ്റ് സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു കുറെ സംഭവത്തില്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മൂവി ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട്. ഇതിന്റെ മൂവിയുടെ മുന്നോടിയായിട്ട് ഒരു ചെറിയ സീരീസ് പോലെ ബുജി ഭൈരവ എന്ന് പറയുന്ന സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മള് ഭൈരവ എന്ന ക്യാരക്ടർ, പ്രഭാസിന്റെ ക്യാരക്ടറിന്റെ അടുത്ത കൂട്ടുകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു എന്തോ ഒരു റോബോട്ടിക് സംഭവം നമ്മൾ കാണാത്തോണ്ടിട്ട് നമുക്ക് അറിയാം. ആകെ പോസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. നമുക്കത് കാണണം. സംഭവം പടത്തിന് മുന്നോടിയായിട്ട് എന്തായാലും കാണണം. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഒഫീഷ്യൽ ഗ്ലിംസോ എന്തോ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ടീസർ തന്നെ. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസ് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം. ഏകദേശം ആയോന്ന് അറിയില്ല, നമുക്ക് നോക്കാം അല്ലെ. തുടങ്ങിയാലോ? തുടങ്ങാൻ പോകണം. വരുന്നുണ്ട്. మొదటి నగరం, ఈ వరల్డ్ లో చివరి నగరం కాశీ. സബ്ടൈറ്റിൽ వేరే ആണല്ലോ. పైన నీళ్లు ఉంటాయంట. భూమిని మొత్తం పీల్చేస్తే అన్ని అక్కడే ఉంటాయి. ఈ లోకంలో ఉన్నది కాంప్లెక్స్. ఫుల్ ఇదానಲ್ಲ, ఫుల్ వరల్డ్ అല്ലേ, వేరే యూనివర్స్. నీలాంటోడు ఎంత మందిని రక్షించొచ్చో తెలుసా? నేను రక్షించాల్సిందే ఒక్కడిని. 6000 సంవత్సరాల క్రితం కనిపించింది. ఇప్పుడు మళ్ళీ ఆ పవర్ వచ్చిందంటే ఇక వెలుగు వచ్చే సమయం అయింది. ఓ ఇట్స్ కంప్లీట్లీ. నువ్విప్పుడు కనపోయేది మామూలు ప్రాణం కాదమ్మా, సృష్టిని నేను కాపాడుతా. అశ్వత్థామనే మధ్య క్యారెక్టర్. ఓ పొద్దున పొద్దున్నే ఫైట్ అండి బుజ్జి. ఎంత మంచి కళ ఉన్నాను తెలుసా? ఓ ఏడి 1 మిలియన్ యూనిట్స్ ఉన్నాయని దగ్గర ఏమీ లేవు. అలాంటి ఎంత మందికి ఒక హీరో తెలుసా? యూనిట్స్ ఎక్కువ ఇస్తారా? అబద్ధం. నీకు జస్ట్ నువ్వంటేనే ఇష్టం. దిశా పటాని. ప్రపంచంలో ఒకటే ఒక సైడ్, నీ సైడ్. భైరవ 5 స్టార్ బౌంటీ. లెట్స్ గో. హై హై. నాకు ఆ అమ్మాయి కావాలి. పాయింట్ ఏంటంటే నేను ఒక్కడనే ఆ అమ్మాయిని తీసుకురాగలను. అంత ష్యూరా? రికార్డ్స్ చూసుకో, ఇంతవరకు ఒక్క ఫైట్ కూడా ఓడిపోలేదు. మీ యుద్ధం మళ్ళీ మొదలైనట్టుంది. ఇది కూడా ఓడిపోను. ఓ ప్యూర్ గూస్ బంప్స్ విజువల్స్ యాక్చువల్లీ అలా. ఇట్స్ పక్కా ఇండియన్ మూవీ. వేరే రేంజ్. ఇంకా తొలి ఊపిరి కూడా తీసుకొని ఈ బిడ్డ కోసం ఇంకెంత మంది చనిపోవాలి? ఓ కమల్ మరో ప్రపంచం వస్తుంది. ఓ
ഇറ്റ്സ് പക്ക തിയേറ്റർ മൂവി. ഡിഫറെന്റ് യൂണിവേഴ്സ് അതാണ് അല്ലെ, ആക്ച്വലി ഇത് വേറെ futuristic യൂണിവേഴ്സ് ആണ്. സംബന്ധിച്ച് ഇതുവരെയായിട്ട് നമ്മള് ഇന്ത്യൻ മൂവിയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു മൂവി വന്നിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. നമുക്ക് കാരണം doubt ദിസ് ഇസ് ദ ഫസ്റ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം വെച്ചാൽ ക്വാളിറ്റി മാക്സിമം ക്വാളിറ്റിയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് മാത്രല്ല ആ ഒരു AD കാലഘട്ടത്തിന് കറക്റ്റ് ആയിട്ട് അത് കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ, വി കാൻ ക്വസ്റ്റ്യൻ ഇറ്റ് അല്ലെ, എന്താണെന്നുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമില്ല. നടക്കാം എന്തോ ശരിക്കും ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനത്തിന് നമുക്ക് ഡിഫറെന്റ് യൂണിവേഴ്സ് ആയിട്ട് തോന്നുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിലൊന്നും കാണുന്നില്ല. അത്രയും ഡിഫറെന്റ് ആയിട്ട് സംഭവം ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആൻഡ് ദ ഓൺലി തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എത്ര പ്രേക്ഷകരിലേക്ക് ഇത് കറക്റ്റ് ആയിട്ട് കണക്ട് ആവുന്നുള്ളതാണ് എനിക്കൊരു സംഭവം ഉള്ളത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ മൂവിനെ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത് ഇത് വേറെ ലെവൽ സംഭവമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആസ് ഒരു നോർമൽ ഓഡിയൻസിന് ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കളർ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ എനിക്കിത് കാണുന്ന സമയത്ത് അവഞ്ചേഴ്സിലെ കുറേയധികം സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മാർവൽ DC മൂവീസിന്റെ ആ ഒരു ഫീൽ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ തന്നെ ഉണ്ട്. അത്രയും അത് നമ്മൾ അത്രയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. അതിന്റെ വിഷ്വലി റിച്ച് ആയാലും പിന്നെ അതിന്റെ കൂടെ തന്നെ ആക്ടേഴ്സിനെ കാണിച്ചിരിക്കുന്നത് അവര് ഭയങ്കര, ഇപ്പൊ പ്രഭാസിനെ കാണിക്കുന്ന സമയത്തും ആ ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലെജൻഡ് അമിതാഭ് ബച്ചൻ സാർ ഒരു രക്ഷയില്ല, ആരെയും മനസ്സിലാവുന്നില്ല. അതായത് ഇത് പ്രഭാസ് ആണ്, ഇത് അമിതാഭ് ബച്ചൻ സാർ ആണ് എന്നൊക്കെ ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ദിവ്യ പടുക്കോണൊക്കെ തെലുങ്ക് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റില് കമൽ സാറിനെ കാണിച്ചതും, കമൽ സാറിനെ കാണിച്ചത് അവസാനത്തെ ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ, വില്ലനാണോ വില്ലനാണ്, ഡൗട്ടിന്റെ അടിക്കുന്നല്ല, വില്ലൻ തന്നെ അങ്ങേര്. അപ്പൊ എന്താ സംബന്ധിച്ചാല് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഇത് 2 പാർട്ടുണ്ടോ അറിയില്ല കേട്ടോ, അതറിയില്ല. ഇതിപ്പോ ഒരു പാർട്ടിൽ എത്രത്തോളം നമ്മൾക്ക് തരാൻ പറ്റും, അറിയില്ല. ഓക്കെ 2 പാർട്ടുണ്ടെങ്കിൽ നല്ലത്. ഒരു പാർട്ടിൽ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റും, അത് എത്രത്തോളം നമ്മളിലേക്ക് ഡെലിവർ ചെയ്യും എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ടാസ്ക് ആണ്. ശരിക്കും നാഗേഷൻ എന്ന് പറയുന്ന ഡയറക്ടർ എടുത്തിരിക്കുന്ന ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് റിസ്ക് തന്നെയാണ് കേട്ടോ. കാരണം കമ്പാരിറ്റീവ്ലി അതർ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ വി നോ അവർ അത്രയും പെർഫോം ചെയ്തിട്ടുള്ളവരാണ്. ദേ ആർ എക്സലന്റ് പെർഫോമൻസ് ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷെ എന്നാലും ഈ കാര്യം നമ്മളിലേക്ക് ഡെലിവർ ചെയ്യാന്നുള്ളത് വേറൊരു സാധനമാണ്. അതിന് കട്ടൊക്കെ കൂടെ നിൽക്കുന്ന സന്തോഷ് നാരായണന്റെ മ്യൂസിക് കേട്ടോ. കാരണം ആ ഒരു ഇൻ ബിറ്റ്വീൻ ആ ഒരു വരുന്ന മ്യൂസിക്കിലൊക്കെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വില്ലനിസവും പിന്നെ അതുപോലെ ആ ഒരു ഗൂസ് ബം സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹീറോയിറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് എന്താ സംഭവം എന്ന് കാണണം എന്നുള്ളത്. ഇതിപ്പോ കണ്ടു കഴിയുമ്പോ ഒക്കെ നമുക്കൊന്ന് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു മൊബൈലിലൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വാച്ച് ചെയ്യാനായിട്ട് പറ്റിയ സംഭവമല്ല. ഇത് കട്ട തിയേറ്റർ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. എന്നാലും മാത്രമാണ് ആ ഒരു എക്സാക്ട് സംഭവം നമുക്ക് കിട്ടുള്ളൂ. അത് ഇതിന് ശേഷം പിന്നെ വരുന്ന മിനി സ്ക്രീനിൽ കണ്ടാൽ എനിക്ക് അറിയില്ല അവിടെ എത്ര എഫക്ട് ഉണ്ടാവുന്നത്. 3D ഉണ്ടോ സംഭവം? കംപ്ലീറ്റ് തിയേറ്റർ പടം, അത് ഷുവർ ആണ്. അപ്പൊ എന്തായാലും ജൂൺ 27 പടം റിലീസ് ചെയ്യുന്നത്. നമ്മള് നമ്മുടെ ഓൺ ലാംഗ്വേജിലും കൂടെ ഒന്ന് കണ്ടുനോക്കട്ടെ. കാരണം കുറച്ച് ഡയലോഗ്സ് സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഒറിജിനൽ ലാംഗ്വേജ് എപ്പോഴും നമ്മൾ ചെയ്യാൻ നോക്കും. ഫസ്റ്റ് ആ ഒരു ക്വാളിറ്റി നമ്മള് കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് മാക്സിമം നമ്മൾ മനസ്സിലാക്കാൻ നോക്കാം അതിന്റെ അകത്ത്. അതെ. അപ്പൊ അല്ല ചിലപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഓൺ ലാംഗ്വേജിൽ കണ്ടാൽ ചിലപ്പോൾ അത് കോമഡി ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മൾ ഒറിജിനൽ കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മള് ആ ഒരു സംഭവം കൂടിയും കണ്ടിട്ട് നമ്മൾ പറയാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.